മധുരം പകർന്ന കൊച്ചു പാട്ടുകാർ വീണ്ടും വരവായി. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി ഓഫ് ടോപ്പ് സിംഗർ, പ്രസന്റഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ്, പവർഡ് ബൈ ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ് ആൻഡ് ഈസ്റ്റേൺ. ഹെൽത്ത് പാർട്ണർ ലയൺ അറേബ്യൻ ഡേറ്റ്സ്. എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല. ഒത്തിരി ഇഷ്ടത്തോടെ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, വെൽക്കം എം ജെ ചന്ദ്രൻ അങ്കിൾ, വെൽക്കം സിതാര ചേച്ചി. കുട്ടികളുടെ പ്രിയപ്പെട്ട ബാൻഡ്, നമ്മുടെ സ്വന്തം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ഇടപ്പാളിൽ നിന്നും പാട്ടുകളുടെ പടയോട്ടത്തിൽ മിടുക്കിയായി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട് എത്തിയ നേഹലാണ് ഇനി പാട്ട് പാടാനായിട്ട് എത്തുന്നത്. നേഹൽ, വെൽക്കം. ഹലോ, സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഏത് പാട്ടാ? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്ര. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഓൾ ദ ബെസ്റ്റ് കാലക്. കോസ്റ്റ്യൂം നേരത്തെ ഇട്ടിട്ടുണ്ടോ? ഒരിക്കൽ അങ്ങനെ എനിക്ക് അങ്ങനെ കണ്ടതുപോലെ തോന്നുന്നു കേട്ടോ. വേറെ കളറിൽ സെയിം പാറ്റേൺ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറിന്റെ ഫേവറേറ്റ് കളറാണ് ഓറഞ്ച്. ഓറഞ്ച് ഊട്ടി ഇഷ്ടമാണ്. സാറും അതേമാതിരി ഓറഞ്ച് യൂസ്. ഓറഞ്ച് ഊട്ടി ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടൂട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
ഗുഡ് ഗുഡ് ഗുഡ്. நெஞ்சுக்குள்ள நீ மின்னல் அடிப்ப கண்ணுக்குள்ள நீ கதை படிப்ப നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. ആഹാ, എന്തൊരു നല്ല പാട്ടാണത്. സെലക്ഷനാണ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ്. അതിന് കൈയടി. താങ്ക് യു സർ. പിന്നെന്താണ് ആ ചന്ദ്രികയും അതില് നമ്മളൊക്കെ അല്ലെ ആ നിലാവിലിങ്ങനെ കുളിച്ചിങ്ങനെ ഈ പാട്ടിലിങ്ങനെ രസിച്ചിരിക്കുകയാണ്. അതിന് കാരണം എന്താ? നേഹൽ അത്രയും നന്നായിട്ട് പാടി, അതുകൊണ്ടാണ്. താങ്ക് യു സർ. ഓരോ വരിയും പാടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് വേണം. പാടിയതൊക്കെ നന്നായിരുന്നു. ഞാൻ എങ്ങനെ പറയാം? ചന്ദ്രകാന്തം പാടുമ്പോ ഒരു സുഖം വേണം. ആ സുഖം ഒന്ന് പോരട്ടെ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം കാന്തം. ചന്ദ്രകാന്തം. ആ അതുപോലെ ഇതിലെ പല്ലവിലെ ഓരോ അക്ഷരവും അവസാനം ഓരോ വരിയുടെയും അവസാനിക്കുന്ന എന്താണ്? വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിൽ അറിയുന്നു നിൻചിരിയിലലിയുന്നിൻ ജീവരാഗം. നീലവാനിലലിയുന്നു പാടുക. നീലവാനിലലിയുന്നു ദാഹമേഘം. മേഘം. ദാഹമേഘം. നിൻമിഴിയിലലിയുന്നിൻ ജീവമേഘം. ഇപ്പൊ കുറച്ചുകൂടെ അത് കൺസൈസ് ആയി അല്ലേ? കൺസൈസ് ആയിട്ട്. അതുപോലെ താരകയോ അതെന്താണ് അങ്ങനെ ഒരു 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 ചോദ്യമല്ലേ? നമ്മൾ ചോദ്യം അല്ലെങ്കിൽ താരകയോ നീല താമരയോ എന്ന് പറഞ്ഞാൽ ആ ട്യൂണിൽ ചോദ്യമില്ല. അതുകൊണ്ടാണ് താരകയോ നീല താമരയോ. അപ്പൊ ആ യോ എത്ര വേണം? യോ നീട്ടാൻ പാടില്ല. താരകയോ നീല എന്ന് പറഞ്ഞാൽ ആ ചോദ്യം പോയി അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കൊടുക്കുന്ന മോഡുലേഷൻസ്, എത്ര ശബ്ദം, ആ ശബ്ദ വ്യതിയാനം, അത് പാട്ടിന് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും. അപ്പൊ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധം. ഇത് അറിയണം. അറിയുമ്പോൾ അസലായിട്ട് പാടാൻ പറ്റും. അതിനുള്ള ടാലന്റ് നേഹലിനുണ്ട്. വളരെ നന്നായിട്ട് പാടി. ഇത് ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത് കുട്ടിയെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നേഹൽ, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ഒരു ദിവസം എനിക്കൊരു 100 പ്രാവശ്യം കേട്ടാലും മടുക്കില്ല. പിറ്റേ ദിവസം കേട്ടാലും മടുക്കില്ല. നമ്മൾ ഒരു വർഷം മുഴുവൻ ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ചിട്ട് ഗുളിക കഴിക്കുന്ന പോലെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മടുക്കില്ല. അത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നേഹലിന്റെ സെലക്ഷൻ. വെരി ഗുഡ്. അതിനൊരു കൈയടി ഞാൻ തരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. അതായത് അതിന്റെ പാടേണ്ട രീതി മോക്കത് മനസ്സിലാകുകയും ചെയ്തു. മോളത് സ്വീറ്ററായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പാട്ടൊക്കെ മുഴുവൻ ഇഷ്ടപ്പെട്ടു. പ്രൊവൈഡഡ് ഈ ഒരു കാര്യങ്ങളുടെ ഭാവം, ഓരോ വരികളുടെ ഭാവം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി പാടിക്കഴിഞ്ഞാൽ കൂടുതൽ അതിനൊരു ഭംഗി വരും പാട്ടിന്. മോള് നന്നായിട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കതുപോലെ തന്നെ ഓർക്കസ്ട്രയും ബാക്കിയുള്ള നിങ്ങളുടെ ആ കോമ്പിനേഷനും മോടെ പാട്ടും എനിക്ക് കാണാനും കേൾക്കാനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ മോക്ക് ഒരു പേരിന്റെ കൂടെ ഒരു അഡീഷണൽ പേരും കൂടി ഇടുകയാണ്. ഒരു വാക്കോടെ ചേർക്കുകയാണ്. നേഹൽ. ഇരട്ട പേരല്ല, ഒരു കൂടെ ഇട്ടാൽ എങ്ങനെയായിരിക്കും? എനിക്ക് നല്ല പേര്. അത്രയും സ്നേഹം തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും അത്രയ്ക്ക് സ്നേഹം തോന്നി. അതായത് ഇപ്പം ഞാൻ നേഹലുമായിട്ട് സ്നേഹൽ ഇഷ്ടപ്പെട്ടോ? അതോ ഇരട്ട പേര് വേണോ? ആദ്യം ഒന്ന് പേടിച്ചു, ഇരട്ടപ്പേരാണോന്ന് പേടിച്ച് ഇങ്ങനെ സ്നേഹൽ എന്ന് വന്നത്. അപ്പൊ എന്താണ് പിന്നെ മറ്റു വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല? സ്കൂൾ വിശേഷങ്ങള്, വീട്ടുവിശേഷങ്ങള്? സ്കൂളിലെ വിശേഷം ഇങ്ങനെ പോണു. കട്ടൗട്ടൊക്കെ എന്തായി? ഏത് കട്ടൗട്ട്? എന്തോ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എവിടെയൊക്കെ ഇട്ടിരിക്കുന്നു പറഞ്ഞു.
ആ അത് ഞങ്ങൾ അമ്പലത്തിന്റെ അടുത്തൊരു ഫ്ലെക്സ് വെച്ചത്. സ്വന്തമായിട്ട് വെച്ചാണോ? അല്ല, അവിടുത്തെ ആൾക്കാർ വെച്ചു. എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞ ഇതുപോലെ വീട്ടിൽ നിന്ന് അച്ഛൻ പൈസ കൊടുത്ത് വെച്ചാണെന്ന്. അല്ലല്ല അല്ലല്ല, ഇപ്പൊ ഭയങ്കര നടന്ന് ഉദ്ഘാടനം ചെയ്യാ. ആണല്ലേ? അല്ലല്ല, ഒരെണ്ണേ ചെയ്തിട്ടുണ്ട്. എന്തായാലും നേഹലിന്റെ മനസ്സ് പോലെ തന്നെ ഒരു വിഷ്വൽ ആൻഡ് എന്താ കേൾക്കാനും കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു സർ. ഗുരു, എനിക്കൊരു ഫ്രീക്വൻസി ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഗുരു പറഞ്ഞില്ലേ ചില ജ്യോതിഷം തുടങ്ങി, ജ്യോതിഷം. എനിക്കറിഞ്ഞൂടാ ഇത് തുടക്കം ഇവിടെ കുറിക്കുന്നത്. സ്റ്റാർട്ടിങ് അവിടെയാണോ? എവിടെന്നെങ്കിലും ഒക്കെ ഒരു ഫ്രീക്വൻസി. കിട്ടി. ഗുരു പറഞ്ഞ ആ ഫ്രീക്വൻസി നമ്മൾ ഇങ്ങനെ റിസീവ് ചെയ്യണം. അതിനുവേണ്ടി മനസ്സ് വളരെ ശുദ്ധമാക്കി വെക്കണം. അതുകൊണ്ട് ഞാൻ അത്ര ശുദ്ധനായതുകൊണ്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓ അങ്ങനെ. അപ്പൊ കിട്ടിയപ്പോഴത്തേക്കും ഇന്നെന്താ കിട്ടിയേ? സ്നേഹലിന്റെ ഒരു മാലയാണ് എനിക്ക് കണ്ടത്. സ്നേഹലിന്റെ മാലയുണ്ടോ? മാല ഉണ്ടായിരുന്നു, പക്ഷെ കാണാനില്ലായിരുന്നു. എവിടെ പോയത്? എനിക്കറിയില്ല. ഒരു മുത്തുമാലയാണ്. മുത്തുകളൊക്കെ മുത്തുകളൊക്കെ. അതെ. അല്ല, ഇപ്പൊ എനിക്ക് കിട്ടിയേട്ടോ. എനിക്ക് ആ റേ ഇങ്ങോട്ട് അടിച്ചു, വീണ്ടും വന്നു. അടിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അതാ ഡ്രംസിന്റെ അവിടെ അതിന്റെ ഇടയിൽ എങ്ങാണ്ടുള്ള പോലെ എനിക്കൊരു തോന്നുന്നു. ചെന്ന് നോക്കിട്ട് തന്നെ എവിടെ ഉണ്ടോ നോക്കിയേ. പെട്ട് ചേട്ടനുണ്ടോ? ചേട്ടൻ പെട്ട് ഉണ്ടോ? ശരിക്കും നോക്കോട്ടോ. ഇല്ലല്ലോ. ആ ഡ്രംസിന്റെ ഇടയിൽ ആയിട്ട് ഞാൻ എന്റെ ജ്ഞാന ദൃഷ്ടിയിൽ കാണുന്നു. ആ ഡ്രംസിന്റെ ഇടയിൽ ഇരിക്കുന്നു. ആ ഡ്രംസിന്റെ വലത്ത് ഭാഗത്തായിട്ടാണ്. എന്താണ് ലിനുബയുടെ മുഖത്തൊരു ആകെ ഒരു പരിങ്ങള് അവിടെ നോക്കൂ, എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്ക് ചേട്ടാ. വലത്ത് സൈഡിൽ നോക്കൂ. ഇവിടെ 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 നോക്കൂ. ഇവിടെ വന്നു സ്വന്തം അവിടെ നോക്കൂ. അതിനകത്ത് നോക്കൂ, അതിനകത്ത് നോക്കൂ. ഗുരു, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒരു കാര്യം ചെയ്യും മോളെ, എന്റെ ശിഷ്യനെ വിടാം. ശിഷ്യൻ വന്ന് അവിടെ വേണം മണ്ണൊക്കെ കുഴിച്ച് എടുത്തു തരും. അതിന്റെ ഇടയിലായിട്ടാണ് ഞാൻ അവിടെ അതിന്റെ അതിന്റെ ഇടയിലായിട്ടാണ് ഞാൻ കാണുന്നത്. മോണിറ്റേഴ്സിന്റെ സൈഡ് മോളെ ദാണ്ട് അപ്പുറത്ത്. മോളെ അടിയിലാണോ? അവിടാണെന്ന് തോന്നുന്നു. അതോ അതിന്റെ അടിയിലാണോ ഇപ്പുറത്താണോ? ഇതായിരുന്നു മാല. ഇതാണോ മാല? ഇതന്നെയാ. എന്റെ ഗുരുവും ഞാനും ഒരു സംഭവമാണെന്ന് മനസ്സിലായില്ലേ? സംഭവമാണ്. ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലായി പിന്നെ ഭയങ്കരം തന്നെ അല്ലേ? ഗുരു, അല്ല, നമ്മൾ എവിടെ ഇരിക്കേണ്ട ഒരു മനുഷ്യ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് ഞാൻ ആലോചിക്കും. വെറുതെ ഞാൻ ഇത് ഇടാൻ വേണ്ടി പെട്ടി തുറന്നു നോക്കുമ്പോ ഈ മാല കാണുന്നില്ല. അതാണ് ഗുരു. എങ്ങനെയാണ് ഈ എനിക്ക് പെട്ടെന്ന് അവിടെ ശിഷ്യന്റെ ഫ്രീക്വൻസി എന്റെ തലേ കയറി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എന്റെ മുമ്പിൽ കണ്ട ആ മനുഷ്യനുണ്ട്. ഓക്കെ, അപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ കൈ കിട്ടിയത് തിരിച്ചു തരൂല കേട്ടാ. ഇപ്രാവശ്യം ആയതുകൊണ്ട് കിട്ടിയോണ്ട് മാത്രം നന്നതാ. ഇനി തിരിച്ചു കിട്ടുന്ന വിചാരിക്കണ്ട. ഇപ്പൊ തരുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നത് ഓക്കെ, കാരണം ഞങ്ങളുടെ ഒരു മനസ്സ് വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ തന്നതാണ്. ഇനിയെല്ലാം ചാർജബിൾ ആണ്. ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. ചേട്ടന്റെ വീട്ടില് ഭയങ്കര വിലയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വരുത്തിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും കാണാതെ പോയി അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ജ്യോതിഷത്തിൽ കണ്ടുപിടിച്ചു തരാം എവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. നേഹൽ കുട്ടി രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. നല്ല സോങ് സെലക്ഷൻ. ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നേഹൽ ഭയങ്കര ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പാടി. ഇങ്ങനൊരു പാട്ട് കൊണ്ടുവന്നതുകൊണ്ട് നല്ല സുഖമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇപ്പം ഇവിടെ ഓഡിയൻസിനും ഇവിടെ എല്ലാവർക്കും കേൾക്കണം അതേ സന്തോഷമായിരിക്കുമല്ലോ ടെലിവിഷനിലൂടെ കാണുന്നവർക്കും ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നേഹലിനോട് ഭയങ്കര സ്നേഹം തോന്നും. ഇത്ര പ്രിയപ്പെട്ട ഒരു പാട്ടെടുത്ത് വന്നിട്ട് ഓൾമോസ്റ്റ് ഭംഗിയായിട്ട് തന്നെ പാടി അല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ നേഹലിന്റെ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയ കാര്യങ്ങളാണ് അതൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ അപ്പം തന്നെ തിരിച്ച് അതിലും ഭംഗിയായിട്ട് തന്നെ തിരുത്തി പാടും ചെയ്തു. അപ്പൊ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് നേഹലിന്റെ മുകളിൽ. രണ്ട് തരത്തിലുള്ള പെർഫോമൻസ്, മെലഡി ആവട്ടെ എന്നാൽ പെർഫോം ചെയ്ത് പാടേണ്ട ഫാസ്റ്റ് സോങ്സ് ആണെങ്കിൽ രണ്ടും നമ്മൾ നല്ല ഭംഗിയായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മാത്രം മനസ്സിൽ വെക്കുക. എപ്പോഴും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പം അതേ ഗൗരവത്തോടെ ഇതിനെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും മനസ്സിൽ വെച്ചിട്ട് മറക്കാതെ ഓർത്ത് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വരിക അടുത്ത തവണ കേട്ടോ. മുകളിലേക്ക് മാത്രമേ നേഹലിന് പോക്ക് ഉള്ളൂ, ഇനിയിപ്പോൾ താഴേക്ക് വരവില്ല. ഓൾറൈറ്റ്, ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ്. നേഹലിന്
സ്നേഹത്തോടെ ഗ്രേഡ് തരാലോ, ഒത്തിരി സ്നേഹത്തോടെ A+ എന്ന ഗ്രേഡ് തരാലോ. Congratulations, you are awarded A+ for the song. താങ്ക് യു സർ. സ്നേഹൽ സന്തോഷായില്ലേ? മാല കിട്ടി, ഗ്രേഡ് കിട്ടി, ഒത്തിരി സന്തോഷായില്ലേ? നല്ല കമന്റ് കിട്ടി, സന്തോഷായില്ലേ? ഓൾ ദി ബെസ്റ്റോ. താങ്ക് യു സർ. ഓരോ പെർഫോമൻസിലും വേറിട്ട ഭാവത്തോടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം സൂര്യ മഹാദേവനാണ് ഇന്നിവിടെ പെർഫോം ചെയ്യാനായി എത്തുന്നത്. വെൽക്കം സൂര്യ മഹാദേവൻ. വയലാർ റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് ഒന്നാം വാനം പൂമാനം എന്ന പാട്ടാണ്. ഈ പാട്ട് പാടിയത് ഡോക്ടർ KG യേശുദാസ് സാറാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്തത് ദേവരാജൻ മാസ്റ്ററാണ്. മ്യൂസിക് സെക്ഷനിൽ കുറച്ചും കൂടി ഫീൽ കൊടുത്ത് പാടാൻ പറഞ്ഞു. വേർഡ്സ് ഒക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പാടാൻ പറഞ്ഞു. നന്നായിട്ട് പാടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.
സൂര്യ എന്തോ നന്നായിരുന്നു കേട്ടോ, ഒരു നല്ല കൈഡി. താങ്ക് യു സർ. ഇത് സെലക്ഷനാണ്, ഞാൻ ബ്രാക്കറ്റിൽ പറയാം. പാട്ടിൻ്റെ സെലക്ഷന് നന്നായിരുന്നു, അവൻ പാടിയതും നന്നായിരുന്നു. മോന് കുറച്ചുകൂടെ ശ്രുതി, സംഗതി, താളം, മൂന്നും ഇന്നങ്ങോട്ടൊരു ഓൺലൈനിലായില്ല. അതായത് ആദ്യത്തെ ആ പാട്ട് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, ഓൺ ദ ഡോട്ട് തുടങ്ങണം. ഒന്ന് തുടങ്ങി. സെക്കൻഡ് ഓക്കെ. തേർഡ് അവിടെ എല്ലാം നോട്ട് വരണം. അവിടെ കറക്റ്റ് ആവണം. ആ പോയിന്റ്സ് ഒക്കെ പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരണം. അതായത് സൂര്യക്ക് പറ്റാത്ത കാര്യമല്ലത്. അതുപോലെ തന്നെ പാടുമ്പോൾ തന്നെ നമുക്ക് ആ സ്വിങ് അതിനകത്ത് വന്നാൽ കിട്ടും. ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം, പൊന്മാനത്തിനും തന്നാനത്തിനും ആ സ്വിങ് അതിനകത്ത് കൊണ്ടുവരണം. ചുമ്മാ പാടി പോകുന്നതിനകത്ത് കാര്യമില്ല. താങ്കൾക്ക് എന്ത് പറ്റിയെന്ന് അത് വരണം. കാരണം സൂര്യ എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് സിംഗറാണ്, ടോപ്പ് സിംഗറിന്റെ ഒരു ഗ്രേറ്റ് സിംഗറാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ മണി മുത്ത് പോലെ ഇങ്ങനെ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. സൂര്യ ഇനി ഇത് പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നെ പ്രൈവറ്റ് ആയിട്ട് എന്നെ പാടിക്കേപ്പിച്ചു ഒരു ദിവസം. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നമുക്കൊക്കെ സൂര്യനോടുള്ള കൂടുതൽ ഇഷ്ടത്തിന്റെ കാരണം എന്തെന്നറിയാം, നമ്മളൊക്കെ തിരുവനന്തപുരംകാരാണ്. ഓഹോ, തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, അവിടെ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം അല്ലേ, നമ്മുടെ മണ്ണാണ് നമ്മള് അല്ലേ സൂര്യ? നമ്മുടെ തിരുവനന്തപുരം കീ, തിരുവനന്തപുരം കീ. അതാണ് വേണ്ടത് മക്കളെ. എനിക്ക് കേരളം കീ ജയ് ആണ് ഞാൻ. കാരണം പല സ്ഥലത്തും ഗാനമേളയ്ക്ക് പോകാനുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ ഇദ്ദേഹത്തിന് സ്റ്റുഡിയോയിൽ ഇരുന്ന് അല്ല ഞാൻ അതിപ്പോ മാറ്റി ഭാരത് മാതാ കീ. അതാണ് നല്ലത്. കാരണം വെച്ചാൽ തിരുവനന്തപുരവും പാലിയും അതിൽ കോട്ടയവും കോഴിക്കോടും എല്ലാം നല്ല സ്ഥലങ്ങളാണ്, നല്ല ആൾക്കാരാണ്, നല്ല സംഗീത പ്രേമികളാണ്. അവരെല്ലാവരും നമുക്ക് നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. ഇനി മേലിലും ആ പ്രോത്സാഹനം ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ഈ ടോപ്പ് സിംഗറിന്റെ ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കുന്നു. ഇന്ന് മക്കൾ പാടിയത് നന്നായി, പക്ഷെ വളരെ നന്നായില്ല. ഈ നന്നായതിനും വളരെ നന്നായതിനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം എന്താണെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറയാം, എയും ബിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എ പ്ലസും ബിയും തമ്മിലുള്ള വ്യത്യാസം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ you didn't enjoy singing today. അതാണ്. How do you enjoy singing? നമ്മൾ സ്വയം മറന്ന് പാടുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് ആ പാട്ട് എത്തുന്നത് അല്ലേ? സ്വയം മറക്കാൻ പറ്റിയില്ല. ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ നോട്ട് പാടുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അവിടെ ശ്രുതി ചേരുന്നുണ്ടോ, ഇവിടെ സംഗതി ചേരുന്നുണ്ടോ, അയ്യോ ഞാൻ പാടുമ്പോൾ സംഗതി ചേർന്നില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് മനസ്സിൽ പ്രിജുഡിസസ്. ഒരു മൈൻഡ് ഗെയിം കൂടെയാണ് അല്ലേ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ, അല്ലേ മീനൂട്ടി? ഒരു മൈൻഡ് ഗെയിമാണ്. നമ്മളവിടെ വിജയിക്കണം. ആ മൈൻഡ് ഗെയിമിൽ നമ്മൾ വിജയിക്കണം. അപ്പൊ എങ്ങനെ എൻജോയ് ചെയ്യാം? ഞാൻ അങ്ങോട്ട് വരാം. ചേട്ടാ, സാധാരണ ചേട്ടൻ ഈ ഗാനമേളകൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യത്തെ പാട്ട് പാടുമ്പോഴത്തേക്കും സ്റ്റേജിൽ വരുമല്ലോ, ഫസ്റ്റ് ടൈം വരുമല്ലോ. അപ്പൊ എന്താ മനസ്സിനെ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടു ബി അറ്റ് ഈസ്, എന്താ ചെയ്യുന്നത്? ദൈവത്തിനെ വിചാരിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ ഈസിനെസ് വേണം ആദ്യം. എക്സാക്ട്ലി, അതാണ് ഞാനും പറയാൻ വന്നത്. ടു ബി അറ്റ് ഈസ് അല്ലേ? ആദ്യം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പോകും. ടെൻഷൻ ഉണ്ടോ? ഒന്ന് കുടഞ്ഞ് ഒന്നുകൂടെ
ടെൻഷനൊക്കെ പോട്ടെ 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 പോയി പോയി എല്ലാം ഇറങ്ങിപ്പോയി. പോയി. ഇപ്പൊ ടെൻഷൻ പോയി. ഇടുവാ ഒരു ഹഗ് ചെയ്യേ. ആ നല്ലൊരു വാം ഹഗ്. ആ ഓക്കെ ഓക്കെ. ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? കംഫർട്ടബിൾ. ഇപ്പൊ എന്താ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ എന്തൊക്കെ പാടാൻ തോന്നും? ഒന്ന് ഒന്നാം മാനം പൂമാനം പിന്നത്തെ മാനം പൊന്മാനം പൂമാനത്തിനും പൊന്മാനത്തിനും കണ്ട ഈസി ആയിട്ട് പാടും. 1 2 3. ഒന്നാം മാനം പൂമാനം പിന്നത്തെ മാനം പൊന്മാനം പൂമാനത്തിനും പൊന്മാനത്തിനും. ഭൂമി പെണ്ണിന്റെ വേളിച്ചെറുക്കന്റെ തോണി. കുറച്ച് തുറന്നു പാടും. ഒന്നാം മാനം പൂമാനം പിന്നത്തെ മാനം പൊന്മാനം പൂമാനത്തിനും പൊന്മാനത്തിനും. ഭൂമി പെണ്ണിന്റെ വേളിച്ചെറുക്കന്റെ തോണി. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എന്ത് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് അല്ലെ? ഇതിനേക്കാൾ എൻജോയ് ചെയ്യണം. സ്വയം മറന്ന് ഈ സ്റ്റേജിൽ ഇങ്ങനെ എൻജോയ് ചെയ്യണം. അപ്പൊ എന്ത് പറ്റും? ഇവരൊക്കെ പാട്ടിലാക്കാൻ പറ്റും അല്ലേ? പാട്ടിലാക്കാത്ത പാട്ടുകാരനല്ല. ഓക്കെ ഇപ്പൊ പാട്ടിലാക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ടെൻഷൻ വേണ്ട. ടെൻഷൻ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടിനെ ബാധിക്കും. ഔട്ട്പുട്ടിനെ ബാധിച്ച കോമ്പറ്റീഷനിൽ പ്രശ്നമാകും. പ്രശ്നമായാൽ നമ്മൾ ഗ്രേഡ് കുറയ്ക്കും. ഗ്രേഡ് കുറച്ചാൽ വേറെ പല പല പ്രശ്നങ്ങൾ വരും. വേണമോ മകനെ? അങ്ങനെ വേണ്ടല്ലോ. വേണ്ട. ഓക്കെ സൂര്യ, ഒരു ഗംഭീര സെഷൻ കഴിഞ്ഞല്ലേ? ഇത് മറന്നു പോകരുത് കേട്ടോ. കോമ്പറ്റീഷനിൽ നോക്കുമ്പോൾ സൂര്യൻ നന്നായിട്ടാണ് പാടണേ, നല്ല വൃത്തിയിലാണ് പാടണേ. എല്ലാ നോട്ട്സും എത്തുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷെ മുഖത്തൊരു ചെറിയൊരു ഒരു മാസ്ക് വീണ മാതിരി ഒരു പേടി. അതിന് ആവശ്യമില്ല. ബിക്കോസ് യു ആർ എ വണ്ടർഫുൾ സിംഗർ. നല്ല ടാലന്റഡ് ആയിട്ടുള്ള ചില സംഗതികളൊക്കെ പാടുമ്പോഴേ എന്ത് ക്രിസ്പായിട്ട് എന്ത് ടൈറ്റായിട്ട് അത് പാടിയ. അപ്പോൾ അതൊക്കെ പാടാൻ പറ്റണ പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. അപ്പോൾ സൂര്യൻ്റെ ഫുൾ സാധനം ഫുൾ കഴിവൊക്കെ പുറത്തേക്ക് വരട്ടെ കേട്ടോ. അതിനൊരു പേടിയെന്നുള്ളൊരൊറ്റ റീസൺ കൊണ്ട് അത് ഇല്ലാണ്ടായി പോകരുത്. ഓക്കെ മോനെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഇനി അടുത്ത പ്രാവശ്യം ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് പാടിയതനുസരിച്ചാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള, നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഗ്രേഡ് ബി ആണ് അല്ലേ ചേട്ടാ? ബി ആണ്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റൽ ഇതിനകത്ത് വരുന്ന ഒരു ബി ആണ്. പക്ഷേ സൂര്യ വളരെ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്, കൺസിഡറിങ് യുവർ ടാലൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ജഡ്ജ്മെന്റൽ ആവുന്നില്ല. ജഡ്ജ്മെന്റൽ ആയിക്കഴിഞ്ഞാൽ അത് മെറ്റിക്കുലസ് ആയിട്ട് ഇന്നതാണെന്ന് പറയേണ്ടി വരും. അതല്ല ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ടാലന്റിനാണ് ഏറ്റവും വലിയ കൺസിഡറേഷൻ. അപ്പൊ എങ്ങനെയാണ് ചേട്ടാ? നമുക്ക് B+ കൊടുക്കാം. ഓക്കെ, B+ അല്ലേ? B+. So congratulations, you are awarded B+ for the song. Thank you, sir. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ടെൻഷനൊക്കെ കളഞ്ഞിട്ട് മിടുക്കനായിട്ട് വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ടോപ്പ് സിംഗറിലെ ചിമുട്ടുകുട്ടി, പ്രേക്ഷകരുടെ കൂട്ടുകാരി. അതെ, നമ്മുടെ സ്വന്തം അനന്യ കുട്ടിയാണ് ഇനി ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത്. വെൽക്കം അനന്യ. ഹേ കൊച്ചിയില് നട്ടിട്ട് കണ്ണൂര് വേരോടി കൊല്ലത്ത് പൂത്തൊരു ചെമ്പകത്തിൽ മൊട്ടിട്ട് ഞാൻ ഡോക്ടർ പുഷ്പവല്ലിയാണ്. ഞാൻ ക്യാരക്ടർ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരക്ടർ നെയിമാണ്. ഞാൻ ക്യാരക്ടർ റൗണ്ടിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ പാടാൻ പോകുന്നത് ഡോക്ടർ സാറ്, ലേഡി ഡോക്ടർ സാറ്.
പാട്ട് മാത്രമല്ല എൻ്റെ പെർഫോമൻസും കാണണം. അനന്യൻ്റെ പാട്ട് കണ്ടാൽ നിങ്ങളുടെ പനി മാറും. ഫ്രം ദിസ് കിൻഡർ ഹോസ്പിറ്റൽ എന്തോ ഫ്രീ. നല്ല ഡോക്ടർ. ഡോക്ടറാ? അതെ, എവിടുന്നാ വന്നേ? ഞാൻ ആ, അവിടുന്ന്. അവിടുന്ന്. എവിടുത്തെ ഡോക്ടറാ? ബാംഗ്ലൂരാ? ആ, ആണോ? ഏത് ഹോസ്പിറ്റലാ? കിൻഡർ ഹോസ്പിറ്റൽ. കിൻഡർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് കേട്ടോ. പുഷ്പവല്ലി ഡോക്ടർ. ആ പുഷ്പവേണി എനിക്ക് അതൊക്കെ എനിക്ക് മനസ്സിലായി. ഡോക്ടറാണെന്നൊക്കെ മനസ്സിലായി. ഡോക്ടർ അനന്യ പുഷ്പവേണിയാണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഡോക്ടറുടെ സ്പെല്ലിംഗ് പഠിച്ചോ? അന്ന് പറഞ്ഞില്ലേ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അല്ലേ, DOCTER അല്ലേ എന്ന് പറഞ്ഞു. അതാണോ സ്പെല്ലിംഗ്? പിന്നെ എങ്ങനെ? DOCTOR. ഡി അല്ല, ഡി ആണ് പറഞ്ഞേ. അടിയാണ്. ആ DOCTOR. ആ ഇവ ശരിയാക്കി ഡോക്ടർ. കയ്യിലിരിക്കുന്ന എന്താണ്? പിടിച്ചിരിക്കുന്ന എന്താ സംഭവം? This is stethoscope. സ്കെച്ച്? Stethoscope. എന്താ സ്കെല? Stethoscope. അങ്ങനെയാണോ അതിനെ പറയുന്നത്? സ്റ്റോപ്പ്. അല്ല അങ്ങനെയല്ലല്ലോ പറയുന്നേ. അങ്ങനെയാണ്. അല്ലല്ല, ഇതിനങ്ങനൊന്നല്ല പറയണത്. ആരാ പറഞ്ഞത്? സ്റ്റെതസ്കോപ്പ് ആണെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയല്ല. അയ്യേ തെറ്റിപ്പോയില്ല. അയ്യേ അറിഞ്ഞൂടാ. ഡോക്ടറുടെ പേരെന്താ പറഞ്ഞ? പുഷ്പവല്ലി. ആ പുഷ്പവേണിയുടെ സ്പെല്ലിംഗ് എന്താ? എല്ലാരും എന്നെ വിളിക്കുന്നത് പുഷ്പ എന്നാണ്. പുഷ്പവല്ലി എന്നാണോ? പുഷ്പം. പുഷ്പം എന്നാണോ വിളിക്കണേ? പുഷ്പം. അല്ല പുഷ്പം. പുഷ്പം. അല്ല അപ്പൊ അനന്യ എവിടെ? പുഷ്പയുടെ സ്പെല്ലിംഗ് എന്താ? പറഞ്ഞോ. സ്വന്തം പേരിന്റെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞ ഡോക്ടറാ. അയ്യോ കഷ്ടം. പുറയിലെന്താ തൂക്കിട്ടിരിക്കുന്നേ? അതെന്താണ്? ബാഗ്. എന്റെ സാധനങ്ങളുള്ളത്. എന്തൊക്കെയുണ്ട്? ഡോക്ടറിന്റെ സാധനങ്ങൾ. സാധനങ്ങൾ. എന്ത് സാധനം? ഡോക്ടറുടെ സൂചിയുണ്ടോ കുത്തിവെക്കുന്നേ? ഉണ്ട്. ഇഞ്ചക്ഷൻ വേണോന്ന് ചോദിച്ചേ. ഇഞ്ചക്ഷൻ വേണോ? അല്ല, തൽക്കാലം വേണ്ട. വേണം ഞാൻ അങ്ങോട്ട് എടുത്തരട്ടെ. വേണോ? ഡോക്ടറിന് വേണോ? ഇഞ്ചക്ഷൻ വേണോ? അയ്യോ, അന്ന് നന്നായിട്ട് പാടൂ. ഡോക്ടർ എനിക്കൊരു സംശയമുണ്ട്. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഈ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് നോക്കി തരാമോ? ഇപ്പൊ വേണ്ട, പാട്ട് കഴിഞ്ഞ മതി. പാട്ട് കഴിഞ്ഞ് നോക്കി തരുമോ? അർജന്റ് ആണോ? അർജന്റാ. അർജന്റ് എമർജൻസിയാ? എമർജൻസി ഓടി വാ. കണ്ടുപിടിച്ചു സാർ ഹാർട്ടില്ല. ഒന്നുമില്ല. ഹാർട്ടില്ലാന്ന്. അപ്പൊ എനിക്ക് ഹാർട്ടില്ലേ? ഹാർട്ട്ലെസ് പേഴ്സൺ. അതാ ബീറ്റില്ലാത്ത. ഒന്നും കേട്ടില്ലേ? ഇല്ല. അപ്പൊ ഈ ഡോക്ടർ ശരിയല്ല കേട്ടോ. അല്ലല്ല, ഒരു സൗണ്ട് കേട്ടു. ഒരു സൗണ്ട് കേട്ടു. ഒരു സൗണ്ട്. അപ്പൊ ഒരു ബീറ്റേ ഉള്ളൂ എനിക്ക്. ഒറ്റ ബീറ്റ്. എന്താ കുഞ്ഞെന്താ കേട്ടടാ? എന്താ കേട്ടെ? എന്ത് സൗണ്ട് കേട്ടെ? ടിങ് 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 ടിങ്. എങ്ങനെയാണ് കേട്ടത്? അതോ അത് ടൂ മച്ച് ആയിട്ട്. ടു മച്ച് ആണ്. 3 മച്ച് ആയി പോയോ? ടിങ് 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 എന്ന്. ടിങ് 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 ടിങ്. വെള്ളം എടുക്കില്ല. ഒരെണ്ണമാണ് കേട്ടത്? 2-3 കേട്ടോ? 2-3. അപ്പൊ എനിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. നന്നായിട്ട് പാടണം കേട്ടോ ഡോക്ടറെ. ഞാൻ പാടാം. പക്ഷെ ഡോക്ടർ പേരിന്റെ സ്പെല്ലിംഗ് പറഞ്ഞില്ല. പുഷ്പ അനന്യ എവിടെ പോയി? പല്ല. പുഷ്പ അനന്യ എവിടെ പോയി? ഞാൻ അനന്യ വെൽക്കം ചെയ്തത്. ഇത് പുഷ്പവല്ലേ? അല്ല, ഞാൻ ഇവിടെ എവിടെയോ പാടുവാണ്. പക്ഷെ ഞാൻ ക്യാരക്ടറാണ്. അതെ, ഡോക്ടർക്ക് 2 കൊമ്പും കൂടെ ഉണ്ടല്ലോ. ആ ഉണ്ട്. ഇതാ എന്താണ് ഹോൺസ്? കൊമ്പ്. കൊമ്പ്. കൊമ്പ് വെച്ച് കുത്തല്ലേ? ഇല്ല. കുത്തോ? ഇല്ല. ഇല്ല. ഓക്കെ, ഏതാണ് പാട്ട് ഡോക്ടർ സാറേ? ഡോക്ടർ സാറേ. ഏതാണ് പാട്ട് ഡോക്ടർ സാറേ? അത് തന്നെ ഡോക്ടർ സാറേ. ഓ ഡോക്ടർ. ഓ ഡോക്ടർ സാറേയാണ് പാട്ട്. ഓക്കെ മാഡം, പാടിക്കോളൂ പാട്ട്, നമ്മൾ കേൾക്കട്ടെ. നന്നായിട്ട് പാടണം കേട്ടോ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവിടെ ഇവിടുന്ന്
ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്. ഡോണ്ട് ടച്ച് മീ. ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്. ആണിനേക്കാൾ പെണ്ണിനെതിരെ കോപം എന്തടി ഡോക്ടർ സാറേ. ആണിനേക്കാൾ പെണ്ണിനെതിരെ കോപം എന്തടി ഡോക്ടർ സാറേ. അത് രക്തത്തിൻ്റെതോ, അത് പിത്തത്തിൻ്റെതോ, അത് വാദത്തിൻ്റെതോ. അത് രക്തത്തിൻ്റെതോ, അത് പിത്തത്തിൻ്റെതോ, അത് വാദത്തിൻ്റെതോ, പിടിവാദത്തിൻ്റെതോ. ഒന്ന് ചുമ്മാ ഇരിക്കും മനുഷ്യ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്. Go doctor. കോപം മാറാൻ, സ്നേഹം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലാരേ. കോപം മാറാൻ, സ്നേഹം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ സാറേ. അത് രക്തത്തിൻ്റെതോ, അത് പിത്തത്തിൻ്റെതോ, അത് വാദത്തിൻ്റെതോ. അത് വാക്കിൽ തീരുമോ, ഒരു നോക്കിൽ തീരുമോ, അത് തൊട്ടാൽ തീരുമോ, അല്ലാതാനെ മാറുമോ. ആലോചിക്കട്ടെ, മാറുമോ എന്ന് നോക്കാം. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്. ലാ 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 ലാ. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ കൊള്ളിട. ഡോക്ടർ സാറേ, എന്തായിരുന്നു ഇവിടെ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ചോദിച്ചു നോക്കാം. ഏത് ഡോക്ടർ? ദേ നിൽക്കുന്നു ഡോക്ടർ, പുഷ്പവല്ലി ഡോക്ടർ. ഞാൻ കാണുന്നില്ല, അവിടെ ഒരു ഡോക്ടറെ ഞാൻ കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ആ ശബ്ദം മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. പാട്ട് നന്നായിട്ട് പാടിയതായിട്ട് കേട്ടു. അത് ആരാ പാടിയെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ വന്ന് ചെക്ക് ചെയ്യണോന്ന് ചോദിക്കേ. ഞാൻ വന്ന് ചെക്ക് ചെയ്യണം. അതല്ല ഞാൻ പറയുന്നത്, പാട്ട് ഒരു കുട്ടി നന്നായിട്ട് പാടിയല്ലോ. ഇപ്പൊ പുഷ്പവല്ലിയോ? ആ, അത് പുഷ്പവല്ലി ഡോക്ടർ. പുഷ്പവല്ലിയുടെ അമ്മയോ? പുഷ്പവല്ലി ഡോക്ടർ. പുഷ്പവല്ലി ഡോക്ടർ ആ, നന്നായിട്ട് പാടി കേട്ടോ. ഒരു വലിയ കേടി കൊടുക്കാം, നന്നായിട്ട് പാടി. താങ്ക് യു. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ടുള്ള കൗണ്ടൊക്കെ ആ കുട്ടി നന്നായിട്ട് എടുത്തല്ലോ.
പുഷ്പവല്ലി വലുതാണോ ചെറുതാണോ? ചെറിയ കാണാൻ പുഷ്പവല്ലിയാ. പറ്റുന്നില്ല, അതുകൊണ്ടാ ചോദിക്കുന്നത്. അയ്യോ ചെറിയ പുഷ്പവല്ലി, അതെ അതെ. 2 കൊമ്പ് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം മീനുവിനെ കണ്ടപ്പോ എനിക്ക് ആ ഒപ്പത്തിലെ ഒരു ക്യാരക്ടറായിട്ട് മാറി ഞാൻ. ഓ അങ്ങനെ. സംഭവം ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. അതിന്റെ ഒരു പുഷ്പവല്ലിയാണോ? അതെ പുഷ്പവല്ലി ആണോ? ആ അല്ലേ? ആണോന്ന്? അതെ അതെ. ആണോ? ഈ പുഷ്പവല്ലി അല്ലടി, നാഗവല്ലി. നാഗവല്ലിയാണെന്ന്, പുഷ്പവല്ലി അല്ലാന്നാ പറയണേ. നല്ല പേര്. അനന്യ, പുഷ്പവല്ലിയാണോ നാഗവല്ലിയാണോ? നാഗവലി. നീ കറക്റ്റ് നാഗവല്ലിയാണ്. മണിച്ചിത്രത്താഴ് നാഗവല്ലിയാണ്. കണ്ടിട്ടുണ്ടോ നാഗവല്ലിയെ? ഇല്ല. ഇല്ലേ? ഇല്ല, കണ്ടിട്ടില്ല. അലക്കി കേട്ടാ. പക്ഷെ ഒരു കാര്യം, രണ്ട് ഈ കുട്ടന് ഹാർട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. പാവം വിഷമിച്ചിരിക്കാ. അത് പോയി വളരെ ഹാർട്ടില്ലെന്നൊക്കെ മോശമായി. പറഞ്ഞില്ലേ? വളരെ മോശമായിപ്പോയി. ഇതാണ്ട് കഴുത്തില് ഇതിട്ടിട്ടുണ്ട്. ഞാനത് ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് എടുത്തു വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ഉണ്ടോ ആ ഹാർട്ട് ഉണ്ടോന്ന്. ഉണ്ടോ, പിന്നെ മാറ്റി വെക്കും. അങ്ങനെയല്ല, ഞങ്ങള് ടക്ക് ടക്ക് ടിങ് ടിങ് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ ഒന്നും കേട്ടില്ല ശരിക്ക്. ഞാനൊരു ഹാർട്ട്ലെസ് പേഴ്സൺ ആണെന്ന് ഒരു സംശയം. ഓ അത് ചെവി വെച്ചാലേ കേക്കൂ. ആ ചെവി. ഓക്കെ ഓക്കെ, നീ ട്രൈ ചെയ്യാം. ആയിക്കോട്ടെ. പിന്നെ അവിടെ ഒരു കമ്പൗണ്ടർ, ഒരു മീശക്കാരൻ നിന്നല്ലോ. അതാരാ? ഒരു മീശ, താടിയുള്ള ആ ചേട്ടൻ. ഡോക്ടറുടെ കൂടെ. അതാരാ? അതാ ആളെന്ന് നമ്മളെ വിടാത്തത് പോവാൻ ആ ഡോക്ടറെ. നമ്മള് ഡോക്ടറെ അങ്ങനെ അങ്ങനെ ഒരാളെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആര് വരും? ആര് വരും ആ ഹോസ്പിറ്റലില്? ശരിക്കും ഞാനല്ല ഡോക്ടർ. പിന്നെ ആ അവിടെ ഇരിക്കുന്ന അതല്ലേ ഞാൻ ആദ്യം തൊട്ട് ചോദിക്കുന്നത്. ഞാൻ ഡോക്ടറെ കാണുന്നില്ല 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 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിൽക്കുന്നു പറഞ്ഞു. 2 ഡോക്ടറുണ്ട്, ഞാനും. ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞു ഞാനല്ല ഡോക്ടർ എന്ന് പറഞ്ഞു. എന്താ മാറി മാറി പറയുന്നേ? അത് ആ പാട്ടില് ഞാനായിരുന്നു. ദോശ കഴിച്ചോ എന്ന്? ബാക്കില് ഞാനായിരുന്നു ഡോക്ടർ. ദോശ കഴിച്ചോ എന്ന്? കഴിച്ചോ? കഴിച്ചോ? ദോശ കഴിച്ചോ? ഇല്ല, ഇല്ല. പിന്നെന്താ കഴിച്ചേ? ഇത് പട്ടിണിയാ. ഞാനാ. ഉം. അപ്പം, അപ്പം. കടലക്കരി, അപ്പം രാവിലെ. കടലക്കറി. അവലോ? രാവിലെ അതല്ലേ പറഞ്ഞേ? ആ രാവിലെ അപ്പം കടലക്കറിയാണ് എന്റെ കുട്ടി പിന്നെ അത് കഴിച്ചത്. കഴിഞ്ഞിട്ട് അവൽ എന്തോ പറഞ്ഞു. തവളല്ല. തവളയോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല, സോറി. അപ്പൊ ഞങ്ങൾക്കൊക്കെ പ്രോമിസ് ചെയ്ത എവിടെ? ഞങ്ങൾക്ക് ഇവിടെ ഒരു ദോശ, ഇവിടെ ഒരു ദോശ, ഇവിടെ ഒരു ദോശ. എത്ര ദോശ കഴിഞ്ഞ? 6 ദോശയുടെ കാര്യം പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രോമിസ് ചെയ്തായിരുന്നോ? എന്നിട്ട് എന്തേ കൊടുക്കാത്തെ? അത് ഞാൻ തരാം. Where is the ghee roast? When the shoot will finish, I will give you. ആ Oh, when are you going to give us? ഒരാൾക്ക് എത്ര ദോശ വെച്ച് കൊടുക്കും? ഒരാൾക്ക് 3. ആ 3 ദോശ വെച്ച്. അല്ല, അന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെയാണ്. അതായത് എനിക്ക് 2, MJ ഇവിടെ 1, 2, MJ സാർക്ക് 2, 3 മൂന്ന്, 3, പെട്ടെന്ന് 3, 4, 5, 6, 7. ആ ഓക്കെ. ഉറപ്പാണല്ലോ? പ്രോമിസ് ചെയ്തതാണ്. ഓ, ഈ ചുമ- പാവല്ലേ, നമുക്ക് ഫ്രാൻസിസ് ചേട്ടൻ ഒരെണ്ണം കൊടുക്കാം അല്ലേ? ഫ്രാൻസിസ് ചേട്ടൻ സങ്കടമാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ഒരു 25 ദോശ ഉണ്ട്. നടക്കോ? 25 ദോശ വേണ്ടി വരും. നടക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ദോശയായിട്ട് വരണം കേട്ടോ. ലൈവ് വിൽ ഡു ഇറ്റ് എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് ദോശ തരണ്ടേ? ആ I will do it. എന്ന ഗ്രേസ് ആയിരുന്നു, എന്ന ടൈമിംഗ് ആയിരുന്നു, എന്ന ബ്യൂട്ടി ആയിരുന്നു. ഓ, അനന്യ കുട്ടി എന്താണ്? അനന്യ റോക്സ്. കൈയടിയൊന്നുമില്ലേ? ഇത് ഈ ടൈമിംഗ് എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ കാര്യമാണ്. അതാണ് ഇൻ അബണ്ടൻസ് ഈ നമ്മുടെ മകൾക്ക് ഭയങ്കര രസമാണ്, രസിച്ചാണ് നമ്മൾ കാണാറുള്ളത് അനന്യക്കുട്ടിയുടെ ഓരോ പെർഫോമൻസും. ഇവിടെ ഡോക്ടറായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു എൻ്റെ മകള്. അതുപോലെ ആ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അത് അവരുടെ കൂടെ സ്റ്റെപ്പിലുണ്ട് എന്നാലില്ല. അതെ അതെ അതെ, അതാണ് അറ്റ് ദ സെയിം ടൈം അറ്റാച്ച്ഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡിറ്റാച്ച്ഡ്. അങ്ങനെയാണ് അതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ഗ്രേസിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നു. അനന്യക്കുട്ടിയെ, എനിക്കൊരു ചെറിയ സംശയം. ഇന്ന് എന്തെങ്കിലും കുഞ്ഞ് പരിഭ്രമം ഉണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയ എന്തോ അനുപല്ലവി കഴിഞ്ഞ് ചരണം എത്തിയപ്പം വരികള് മിസ് ചെയ്തു അല്ലേ? അത് സാരില്ല കേട്ടോ, അതിനെ പറ്റിയിട്ട് വറി ചെയ്യണ്ട. അത് മനഃപൂർവ്വം മെൻഷൻ ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ ആൻറ്റിക്ക്. പക്ഷെ എനിക്ക് തോന്നി ആ സമയത്ത് മോള് ചേച്ചി അതിഥി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയേന്ന് വെച്ചിട്ട് അല്ലേ?
അപ്പോൾ ഒരു പെർഫോമൻസിൻ്റെ ഇടയിൽ മോൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ചെറിയ മിസ് ചെയ്ത് പോയാലും അതൊന്നും സാരില്ല കേട്ടോ. പിന്നെ അതിനെ പറ്റിയിട്ട് ആലോചിക്കണ്ട. ഓൾറൈറ്റ്, അങ്ങനെയൊക്കെ പറ്റിയാലും പിന്നെ അടുത്ത പ്രാവശ്യം അയ്യോ അങ്ങനെ ഇല്ല കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പിന്നെ അതിനുശേഷം മോളൊരു ഇത്തിരി മുഖം ഒന്ന് ഡള്ളായി, പക്ഷെ പിന്നെയും പല്ലവി പാടിയപ്പോഴേക്കും പിന്നെയും പഴയമാതിരി ലൈറ്റ് കത്തിയമാതിരി ചിരിയൊക്കെ വന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സമയത്തൊന്നും ഇത്തിരി വിഷമായെങ്കിലും അവൾ പെട്ടെന്ന് അത് തിരിച്ചു പിടിച്ചു. അത് എന്താ പറയുക, ഒരു വലിയ പെർഫോമേഴ്സൊക്കെ കാണിക്കുന്ന പ്രസൻസ് ഓഫ് മൈൻഡാണ് അനന്യക്കുട്ടി കാണിച്ചേക്കണേ. ഓക്കെ, അതൊന്നും സാരില്ല, അത് പോട്ടെ, മറന്നു പോട്ടെ. അത് കാണിക്കാണ്ട് മോള് തിരിച്ചു വന്നു എന്നുള്ളതാണ് ബെറ്റർ ക്വാളിറ്റി. ഓക്കെ, പിന്നെന്താ, പിന്നെ മെഡിക്കാണ്. എനിക്കോ എന്തിന് ഇഞ്ചക്ഷൻ? എന്തിനാ ഇഞ്ചക്ഷൻ? എന്താ അസുഖം? നോക്കാല്ലേ, എന്തൊക്കെയുണ്ട് അതിനകത്ത്? നോക്കട്ടെ, അതൊന്ന് തുറന്നേ, എല്ലാം തുറന്നേ, സാധനങ്ങളൊക്കെ വെളിയിലെടുക്കും. ഇത് ഒത്തിരി സാധനം ഉണ്ടല്ലോ. അമിട്ട്. ഇതെന്താ? ലൈറ്റ്. അതേ മരുന്നുണ്ട്. മരുന്നുണ്ടാ? ഉണ്ട്. പിന്നെന്താണ്? എന്താ അസുഖത്തിനുള്ളതാ? ഇതെന്താ ഇഞ്ചക്ഷൻ? കണ്ണിലൊഴിക്കുന്ന മരുന്ന്. കണ്ണിൽ ഞാൻ ഒഴിക്കും. പിന്നെന്താ? ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലേ? സൂചി ഉണ്ടോ അതിനകത്ത്? സൂചി അങ്ങനെ കാണാനില്ല. ഉണ്ടോ സൂചി? ഉണ്ടോ? കാണും, സിറിഞ്ച് കാണും. ഇല്ല, സിറിഞ്ച് പല്ല് പറിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ അതല്ല സിറിഞ്ച്. എന്റെ മീനും അത് പല്ല് പറിക്കുന്ന സാധനം. അങ്ങനെയാണ് ഞാൻ അനന്യക്കുട്ടിയുടെ ഒരു പല്ലെടുത്തോട്ടെ, ഒറ്റ പല്ലെടുത്തോട്ടെ പ്ലീസ്. ഒരു പല്ല് ഞാൻ വരട്ടെ അങ്ങോട്ട്. ഒരു പല്ലെടുത്തോട്ടെ. അയ്യോ, ചെലപ്പോ കൈ പോയി. ഭയങ്കര കട്ടിയാണല്ലേ വല്ലിന്. കിട്ടി? ഇല്ല, ഭയങ്കര ഉറപ്പ്. അങ്ങനൊന്നും കിട്ടൂല. ഇത് ഇരുമ്പ് വരുന്നില്ല. അയ്യോ, അതെന്താ പല്ല് വരാത്തെ? അത് ഈ മലബാർ സിമെന്റ് പോലെ ഉറപ്പുള്ള പല്ല. ലെസൺ ഫൈനൽ നോട്ടാ. പോരണില്ല, പാവം തളർന്നു പോയി. ഒരു പല്ല് പറിച്ച്. ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. കാരണം വരത്തില്ല, പല്ലും വരത്തില്ല, ഒന്നും വരത്തില്ല. എന്താ മോളെ പല്ല് വരാത്തെ? പ്രശ്നമായിട്ടുണ്ടാവും. അയ്യോ, പല്ല് പറിക്കും. ഇൻഡസിറ്റൊക്കെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ വന്നോട്ടെ ആശുപത്രി കിൻഡർ ഹോസ്പിറ്റലിൽ പോകുമ്പോ അസിസ്റ്റന്റ് കൊണ്ടുവരണം. അപ്പൊ ഗ്രേഡ് എന്ന് പറയുമ്പോൾ இன்னைக்கு உங்களுக்கு மட்டும்தான் இருக்கு. என்ன பண்ண முடியும்? தெரியாது, என்ன பண்ணணும். உண்மையே பண்ண முடியாது. Congratulations, you are awarded A grade. ஆனாலும் இந்த ஓகேவா? மயக்கம் ஆகாது நெஞ்சே உனக்கு അപ്പൊ போனாலும் ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാം ദോശയും കൊണ്ട് വരണം. ഒരു അടിപൊളി പാട്ടുമായിട്ട് അനന്യക്കുട്ടി വരും എന്ന് വിചാരിക്കുന്നു. ഇത് ഡോക്ടേഴ്സിന്റെ പാട്ടായിട്ട് പറയും. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്റെ ജീവിതത്തിലും ശ്രീമാരേട്ടന്റെ ജീവിതത്തിലും സിത്തുവിന്റെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കൺകണ്ട ദൈവങ്ങളാണ്. അപ്പൊ നമുക്ക് എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടി, നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ടുള്ള ഡോക്ടേഴ്സിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ പാട്ട്. ஆனாலும் இந்த மயக்கம் ஆகாது நெஞ்சே உனக்கு போனாலும் நின்னு சிரிக்கும் போகாது இந்த கிறுக்கு. സിതാര ചേച്ചി, ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ഈ എപ്പിസോഡില് ബെസ്റ്റ് പെർഫോമർ നേഹൽ. ജയം ഇനി നമുക്കാണുലകിലെ വിടയുമതിരുവരെ. ലയൺ ഡേറ്റ് സിറപ്പ് നൽകുന്ന ഒരു സമ്മാനം, ക്യൂട്ടി ദ ബ്യൂട്ടി സബ് നൽകുന്ന മറ്റൊരു സമ്മാനം, കൂടാതെ മൊമെന്റ് ഓഫ് ദ ഡേ എൻജോയ് ചെയ്തു കൊടുക്കാം.
wake up now. നേഹൽ ഇതിന്റെ ഇടയിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു, സുന്ദരിയായിട്ട് വന്നു. ഓറഞ്ച് കുട്ടിയായിരുന്നു, ഇപ്പൊ പിങ്കുട്ടിയായി പോയി. നന്നായിട്ടുണ്ട് കേട്ടോ. You gotta wake up now. You gotta wake up. Okay, thank you, judges. You gotta wake up now. You gotta wake up now.